നമുക്കിന്ന് തേങ്ങ വെച്ച് കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയ്ക്ക് ആദ്യം തോരൻ അരയ്ക്കണമായിരുന്നു. തേങ്ങയും പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂട്ടി ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയായിരുന്നു തോരന്. അപ്പോൾ നമ്മളിന്ന് മുരിങ്ങയ്ക്ക കറിയും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുരിങ്ങയ്ക്ക ആദ്യം വേവിക്കാൻ വെക്കണമായിരുന്നു. ചട്ടിക്കകത്ത് വേവിക്കാൻ വെച്ചിട്ട് അത് വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമ്മൾ കറി എങ്ങനെയാണോ സാധാരണ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉലുവയും കൂടി ഇട്ട് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് നമ്മൾ ആ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്ന കറിയിലോട്ട്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ കടുക് പൊട്ടിച്ചൊഴിക്കുകയോ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയോ കറിവേപ്പില ഇടുകയോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എത്രയൊക്കെ വീഡിയോ ആരുടെയൊക്കെ കണ്ടാലും ഉണ്ടാക്കുന്നത് നമ്മുടെ രീതിയിൽ തന്നെ ആയിരിക്കത്തില്ലേ? ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ 100 വീഡിയോ കാണും എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിലും എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ രീതിയിലേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.